ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ്. ഇന്ന് നമുക്ക് എങ്ങനെയാണ് മീൻ അച്ചാർ പെട്ടെന്ന് ഇടുന്നതെന്ന് നോക്കാം. അതിന് കുറച്ച് ചൂര കിട്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ മുള്ളെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നമ്മുടെ മീൻ വറക്കുന്നതിനുള്ള മസാലകളൊക്കെ ചേർത്ത്, അധികം മസാലകൾ വേണ്ട, കുറേശ്ശെ മസാലകളൊക്കെ ചേർത്ത് പുരട്ടി വെച്ചു. അതിന് ശേഷം പാനിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് ഇതെല്ലാം നോർമലായിട്ട് വറുത്തെടുക്കുക. കൂടുതൽ ഡ്രൈ ആയിട്ട് വറക്കണ്ട, ഒരു നോർമൽ ഡ്രൈനെസ് ആകുമ്പോഴേക്കും അത് വറുത്തെടുക്കുക. അതിനുശേഷം നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മസാലകളൊക്കെ തയ്യാറാക്കാം. ഇഞ്ചി വെളുത്തുള്ളി, ഇത് നമുക്ക് മീൻ എന്തുമാത്രം ഉണ്ടോ അതിന് കുറച്ച് അധികം എടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ കുറച്ചധികം ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അരിഞ്ഞെടുത്തു. അതിനുശേഷം ഇന്നൊരു മടി പിടിച്ച ദിവസമായത് കാരണം ഞാൻ കൂടുതൽ ഇങ്ങനെ അരിയാനൊന്നും നിന്നില്ല. പെട്ടെന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ഇതുപോലെ ചതച്ചെടുത്തു. അതിനുശേഷം നമ്മുടെ വറുത്ത് വെച്ച പാനിലെ ബാക്കി എണ്ണയിൽ ഉലുവ, കടുക് ഇതെല്ലാം മൂപ്പിച്ചതിന് ശേഷം ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഇത് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നു. അപ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്തു. ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. പിന്നെ നമ്മൾ അച്ചാറിൽ മീൻ വറുത്തപ്പോഴേക്കും അധികം ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്ക് അച്ചാറിന് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ മൂപ്പിക്കുക അടുത്തത്. പിന്നെ ഇതെല്ലാം മൂത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരുമ്പോഴേക്കുമാണ് നമ്മൾ തീയെല്ലാം നല്ലപോലെ ചെറുതാക്കി സിമ്മിലാക്കി വെച്ചിട്ട് വേണം നമ്മുടെ മുളക് പൊടിയൊക്കെ ചേർക്കാനായിട്ട്. അതല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 5 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം എല്ലാവരുടെയും എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. അച്ചാറിന് പൊതുവെ കുറച്ച് എരിവ് വേണ്ടത് കാരണം ഞാൻ ഇത്രയും മുളക് പൊടി ചേർത്തതാണ്. അച്ചാറിൽ മുളക് പൊടിയെല്ലാം നമ്മുടെ ആ മസാലയിൽ മുളക് പൊടിയെല്ലാം മൂത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ വിനാഗിരിയാണ് ഒഴിച്ചത്. ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇത് എൻ്റെ അമ്മ ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതിനുശേഷം നല്ലതുപോലെ തിളപ്പിച്ച കുറച്ച് വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ അതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇളക്കും. അപ്പോൾ ഇതെല്ലാം ഈ മസാലകളൊക്കെ നല്ലതുപോലെ കുറുകി വന്ന് ഇതെല്ലാം തിളച്ചിട്ട് അപ്പോഴത്തേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ഈ മീൻ കഷ്ണങ്ങളെല്ലാം കൂടെ അതിലേക്ക് ഇട്ട് നല്ലതുപോലെ യോജിപ്പിക്കുക. അപ്പോൾ ഈ മസാലയിൽ കിടന്നിട്ട് ഈ നമ്മുടെ മീൻ കഷ്ണങ്ങളുടെ ഉള്ളിലോട്ടെല്ലാം ഇതിൻ്റെ മസാലയെല്ലാം ഇറങ്ങിയിട്ട് ഈ കഷ്ണങ്ങളൊക്കെ നല്ല സോഫ്റ്റ് ആകും. ഞാൻ നേരത്തെ വേറെ അച്ചാറുകളൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം മീൻ അച്ചാറുകളൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടായിരിക്കും അവർ വറുത്തിട്ട്, അത് കേടാവാതിരിക്കാനാണെന്ന് തോന്നുന്നു കൂടുതൽ ഡ്രൈ ആക്കി വറുത്തവർ വയ്ക്കാറുണ്ട്. പക്ഷേ എനിക്ക് അതിനേക്കാളും ഇഷ്ടം ഈ ഒരു രീതിയിൽ അച്ചാറുണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഗ്രേവിയും കിട്ടും. അപ്പം ഇങ്ങനെയാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചൂര അച്ചാർ. അപ്പം എല്ലാവരും ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ടിടണേ. പിന്നെ നമ്മുടെ ചെറിയ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ടാറ്റാ.